പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 31. ആഹാ, നിങ്ങളായിരുന്നു. ആദ്യ തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ച് ബാലയുടെ തോളിലിട്ട് കൊടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഹരീഷും ഹരിണിയും അവനെ നോക്കി ചിരിക്കാൻ വല്ലാതെ പാടുപെട്ടു. ആദിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇന്ന് എന്താടാ ഇവിടെ പാചക പരീക്ഷണം വല്ലതും നടക്കുകയാണോ? ഉള്ളിലുള്ള ചമ്മൽ മറച്ചുകൊണ്ട് ഹരി ആദിയോട് ചോദിച്ചു. അങ്ങനൊന്നുമില്ല, എന്നും ബാലയല്ലേ പാചകം, ഇന്നൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് കരുതി. ഓ അങ്ങനെ. എന്നാൽ ഹരിണിയുടെ മുഖം അത്ര തെളിച്ചമില്ലാതെ തന്നെ ഇരുന്നു. ഹരി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ബാല അവർക്ക് കുടിക്കാനുള്ള ലൈമുമായി പുറത്തേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ മോനൂട്ടൻ അവളുടെ നേർക്ക് ചാടി. ബാല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. കുഞ്ഞിന് കൊടുക്കാനായി പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന പഴമെടുത്തുടച്ച് അവന് കൊടുത്തു. ഹരിണി എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നത് ആദി ശ്രദ്ധിച്ചു. ഇന്നെന്താ ഈ ഹരിണിയോടൊപ്പം അല്പസമയം ചെലവഴിച്ചിട്ട് ഇന്ന് അവളെയും കൂട്ടി പുറത്തേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നീ ഫ്രീ ആണെങ്കിൽ നിന്നെ കൂടി കൂട്ടാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു, പക്ഷേ ഇവിടെ അടുക്കളയിൽ ചെറിയൊരു പരിപാടി. എന്നാൽ പിന്നെ ഞങ്ങളും കൂടാം, വൈകുന്നേരം പുറത്തു പോകാം. അത്രയും സന്തോഷത്തോടു കൂടി ഹരി പറഞ്ഞപ്പോൾ ആദിക്ക് പിന്നെ എതിർക്കാൻ കഴിഞ്ഞില്ല. അതിനെന്താ, ഇന്നത്തെ പാചകം എല്ലാവർക്കും കൂടിയാകാം. ആദിയും ഹരിയും കൂടി ചെല്ലുമ്പോൾ ഹരിണിയും ബാലയും കുഞ്ഞിനോടെന്തോ പറഞ്ഞ് ചിരിക്കുന്നു. തനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ ബാല, ഇന്ന് ഞങ്ങളും കൂടുണ്ട് പാചകത്തിന്, ഹരി ബാലയെ നോക്കി പറയുമ്പോൾ അവൾ അതിനൊന്ന് ചിരിച്ചു. പിന്നെ ആദിയും ഹരിയും കൂടി തകർത്ത് പാചകമാണ്. ബാലയും ഹരിണിയും എന്തെങ്കിലുമൊക്കെ കൈസഹായം ചെയ്തു കൊടുത്താൽ വേണ്ടി മാത്രമായി അവിടെ ഒതുങ്ങി. ബിരിയാണിയും ഉണ്ടാക്കി സാലഡും പപ്പടവുമാക്കി വെച്ചു. കുറച്ച് പൈനാപ്പിൾ ഇരുന്നത് ബാല കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പീസ് അവൾ എടുത്തു കഴിച്ചു. അതിനൊപ്പം തന്നെ ഒരു പീസ് മോനൂട്ടൻ്റെ കയ്യിലും ഒരു പീസ് ഹരിണിയുടെ കയ്യിലും കൊടുത്തു. അതെന്താണോ ഞങ്ങൾക്കൊന്നും ഇല്ലേ? ഹരി ചോദിക്കുമ്പോൾ ഒരു പീസ് അവൻ്റെ കയ്യിലും വെച്ചു കൊടുത്തു. അടുത്തൊരു കുഞ്ഞു പീസ് ബാലയെടുത്ത് വായിൽ വയ്ക്കുമ്പോൾ ആദി അവളെ കൂർപ്പിച്ചു നോക്കി. അതുപോലെ ഒരെണ്ണം എടുത്ത് ആദിയുടെ കയ്യിലും കൊടുത്തു ബാല. ഹരിണിക്ക് നെഞ്ചു വിങ്ങി. തൻ്റെ പ്രണയം, വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന തൻ്റെ പ്രണയം, അതാണ് കൺമുന്നിൽ. എത്ര നിയന്ത്രിച്ചിട്ടും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് മറ്റാരും കാണാതെ തുടച്ചു മാറ്റും മുമ്പ് ആദി കണ്ടു. കഴിക്കാനിരിക്കുമ്പോൾ മംഗലത്തമ്മയും ആദിക്കും മറ്റുള്ളവർക്കുമൊക്കെ ബാല വിളമ്പി. ഹരിയും ഹരിണിയും ഉള്ളതുകൊണ്ട് തന്നെ ബാല അവർക്കൊപ്പം ഇരിക്കാൻ മടിച്ചു മാറി നിൽക്കുന്നവളെ മംഗലത്തമ്മ അടുത്തേക്ക് വിളിച്ചു. അവൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആദിക്ക് ദേഷ്യം വന്നു. മോൾ എന്താ ഇരിക്കാത്തത്? ഞാൻ എല്ലാവർക്കും വിളമ്പിയിട്ട് പിന്നീട് കഴിക്കാം അമ്മേ. അതല്ലല്ലോ നമ്മുടെ ശീലം, എല്ലാവരും ഒരുമിച്ചിരുന്ന് വിളമ്പി കഴിക്കുന്നതല്ലേ. അതുകൂടി ആയപ്പോൾ ബാല ആദിയുടെ അടുത്തേക്കിരുന്നു. ആദിയാണ് ബാലയുടെ പ്ലേറ്റിലേക്ക് ആവശ്യമുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. ഭക്ഷണം കഴിച്ചു കഴിയുന്നത് വരെ പിന്നെല്ലാവരും നിശബ്ദമായിരുന്നു. അവളെ സഹായിക്കുന്നതിനായി മംഗലത്തമ്മയും ചെന്നു. പക്ഷേ അവളതിന് സമ്മതിച്ചില്ല. അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കി ബാല തുണികൾ മെഷീനിലിടാനുള്ള ജോലിയിലായിരുന്നു. അമ്മയുടെയും മോനൂട്ടൻ്റെയും ഡ്രസ്സ് മെഷീനിലിട്ട് ആദിയുടേത് എടുക്കുന്നതിനായി റൂമിലേക്ക് പോയി. അതെല്ലാം എടുത്തു വരുമ്പോൾ ഹരിണി അവളെ നോക്കി. ആദ്യമായി ഹരിണിക്ക് ബാലയോട് ദേഷ്യം തോന്നി. പോകാം ഏട്ടാ. അസ്വസ്ഥതയോടു കൂടിയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഹരിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അവനും അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. ഇരുവരും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സ് നിറയെ കാർമേഘം ഇരുണ്ടു മൂടിയിരുന്നു. ആദിയേട്ടന് ബാലയെ ഇഷ്ടമാണല്ലേ ഏട്ടാ? ഇഷ്ടമാണെന്ന് തോന്നുന്നു. തോന്നലല്ല, ശരിക്കും ഇഷ്ടമാണ്. അത് പറയുമ്പോൾ ഒച്ച ഇടറാതിരിക്കാൻ ഹരിണി മാക്സിമം ശ്രമിച്ചു. തൻ്റെ പെങ്ങളുടെ വിഷമം ഹരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനെയെങ്കിലും എല്ലാം അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ എന്ന് അയാളും കരുതി. എന്നാൽ ഉള്ളിലെ വേദന ഹരിണി തിരിച്ചറിഞ്ഞില്ല. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ തൻ്റെ പ്രണയത്തെ ഓർത്തപ്പോൾ അവൻ്റെ നെഞ്ച് നീറി. ശരിക്കും ഒരേ തോണിയിലെ യാത്രക്കാരാണ് ഹരിയും ഹരിണിയും. ഇരുവരുടെയും പ്രണയമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് പോവണ്ട ഏട്ടാ, നമുക്ക് എവിടെയെങ്കിലും കുറച്ചു നേരം പോയി ഇരിക്കാം. ഹരിണി പറയുമ്പോൾ അതുതന്നെയാണ് ശരിയെന്ന് ഹരിക്കും തോന്നി. അവൻ കാർ ബീച്ച് റോഡിലേക്ക് ഓടിച്ച് കാർ പാർക്ക് ചെയ്ത് ഹരി ഇറങ്ങുമ്പോഴേക്കും ഹരിണി കുറച്ചധികം മുന്നിലെത്തിയിരുന്നു. ബീച്ചിലെ ഒഴിഞ്ഞു കിടക്കുന്ന ബെഞ്ചിലിരിക്കുമ്പോൾ അവൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി.
തൻ്റെ അനിയത്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഹരി അവളെ ചേർത്ത് പിടിച്ചു. ചായാൻ ഒരു തോൾ കിട്ടിയപ്പോൾ അവൾ തൻ്റെ ഭാരം മുഴുവനും ഇറക്കി വെച്ചു. എന്താ ഏട്ടാ, നമുക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ? സ്നേഹിച്ചും കണ്ടും കൊതി തീരും മുമ്പേ അച്ഛനും അമ്മയും പോയി. എനിക്ക് ഏട്ടനും ഏട്ടന് ഞാനും മാത്രമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ കൊണ്ടു നടന്നതാണ് ആദിയെ. എന്നിട്ട് എൻ്റെ ഇഷ്ടം പറയാൻ ചെന്നപ്പോൾ അനിയത്തിയായി കണ്ടുപോയെന്ന് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഏട്ടാ. എൻ്റെ പ്രാണം പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അനിയത്തിയുടെ കണ്ണുനീർ ഹരിയുടെ മനസ്സിനെ പൊള്ളിച്ചു. നിനക്കറിയില്ലേ മോളെ അവനെ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അവനോട് നിന്നെ? ഹരി പാതിയിൽ നിർത്തി. അനിയത്തിയായി കണ്ടവന് ഒരിക്കലും തന്നെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഞാൻ അവനോട് ആവശ്യപ്പെടില്ല. തന്നെ അവനെ തളർത്തുന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാളിൽ നിന്നും സ്നേഹം തട്ടിപ്പറിക്കാൻ കഴിയില്ല എന്നതിനാൽ ഹരി നിശബ്ദനായി. ഏറെ നേരം ബീച്ചിൽ തന്നെ ചെലവഴിച്ചതിന് ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബാല അവളുടെ ജോലിയൊക്കെ തീർത്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. പതിവ് പോലെ മംഗലത്തമ്മ ഭക്ഷണമെല്ലാം അവളെ കൊണ്ട് പൊതിഞ്ഞടുപ്പിച്ചു. വീടെത്തുമ്പോൾ ഉണ്ണിക്കുട്ടൻ കാത്തിരിക്കുന്നുണ്ട്. അമ്മേ, ബാലേച്ചി വന്നു വിളിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ അവളുടെ കയ്യിൽ തൂങ്ങി. ഇന്നെന്താ ചേച്ചി സ്പെഷ്യൽ? ഓരോ ദിവസവും ഞാനിങ്ങനെ ചേച്ചിയെ കാത്തിരിക്കും. അവിടുന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വല്ലാത്ത രുചിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ അല്ല. എൻ്റെ ക്ലാസ്സിലെ പ്രദീപ് പറയുവാണ് ഞാനിപ്പോൾ നന്നായി വണ്ണം വെച്ച് സുന്ദരനായെന്ന്. ആണോ ബാലേച്ചി? ഞാൻ വണ്ണം വെച്ചോ? പിന്നെ എൻ്റെ ഉണ്ണിക്കുട്ടൻ സുന്ദരനായിട്ടുണ്ട്. ബാല അവൻ്റെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചു. ബിരിയാണിയാണോ ചേച്ചി? നല്ല മണം. മൂക്ക് വിടർത്തിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ അവനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. ബാല കയ്യും കഴുകി പ്ലേറ്റ് നിരത്തി വെച്ച് ഉണ്ണിക്കുട്ടനുള്ള ചോറ് പകർന്നു വയ്ക്കുമ്പോഴേക്കും അവൻ അമ്മയെയും വിളിച്ചു വന്നു. ബിരിയാണി പ്ലേറ്റിലേക്ക് പകർന്നപ്പോൾ അതിൻ്റെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്ന് മുറിയിലിരിക്കുമ്പോൾ ബിരിയാണിയുടെ മണം കേട്ട് ലക്ഷ്മിക്ക് അവിടെ ഇരിപ്പുറച്ചില്ല. അവൾ വേഗം ഇറങ്ങി അടുക്കളയിലേക്ക് വന്നു. അമ്മയും ഉണ്ണിക്കുട്ടനും ബാലയും കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഉണ്ണിക്കുട്ടൻ്റെ പ്ലേറ്റ് തട്ടിപ്പറിക്കും പോലെ എടുത്ത് റൂമിലേക്ക് പോയി. ഉണ്ണിക്കുട്ടൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങിയതും ലക്ഷ്മി വേഗം അടുത്ത ഒരു പ്ലേറ്റ് ബിരിയാണി വിളമ്പി ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് കണ്ടപ്പോഴാണ് ചെറുക്കന് സമാധാനമായതെങ്കിലും ലക്ഷ്മിയുടെ മുറിയിലേക്ക് നോക്കി എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ടായിരുന്നു. കൊതിച്ച് ബിരിയാണി കഴിക്കുമ്പോൾ അല്പം പോലും നാണക്കേട് തോന്നിയില്ല ലക്ഷ്മിക്ക്. അന്നത്തെ പൊന്നുമംഗലത്തെ വിശേഷങ്ങൾ ഒന്നുവിടാതെ അമ്മയോട് പറഞ്ഞു. ബാലയും ഉണ്ണിക്കുട്ടനും ഒരു മുറിയിൽ കയറി കതക് കുറ്റിയിട്ടു. പകൽ മുഴുവൻ നല്ല ജോലിയുണ്ടായിരുന്നത് കൊണ്ട് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ലക്ഷ്മി കിടക്കാൻ സമയമായിട്ടും മൊബൈലിൽ നോക്കിയിരുന്നത് കണ്ടപ്പോൾ സുമയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ ലക്ഷ്മി, നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയാണ്. എനിക്കൊന്ന് കണ്ണടയ്ക്കണം. അന്നത്തെ പൊന്നുമംഗലത്തെ വിശേഷങ്ങൾ ഒന്നുവിടാതെ ബാല അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ ഉണ്ണിക്കുട്ടനെയും കൂട്ടി മുറിയിൽ കയറി കതക് കുറ്റിയിട്ടു. പകൽ മുഴുവൻ നല്ല ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ബാല കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ലക്ഷ്മി കിടക്കാൻ സമയമായിട്ടും മൊബൈലിൽ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ സുമയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ ലക്ഷ്മി, നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയാണ്. എനിക്കൊന്ന് കണ്ണടയ്ക്കണം. നീ ആ ലൈറ്റ് ഓഫാക്ക്. അമ്മയോട് ആരെങ്കിലും ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞോ? അപ്പുറത്ത് മോളോടൊപ്പം പോയി കിടന്നാലെന്താ? എനിക്ക് ഉറക്കം വന്നാലേ ഞാൻ ഉറങ്ങൂ. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ സുമ എഴുന്നേറ്റ് ലൈറ്റ് ഓഫാക്കി. എന്തൊരു കഷ്ടമാണ്. മനുഷ്യന് സമാധാനത്തിൽ ഫോൺ നോക്കാൻ പോലും പറ്റില്ല. ദേഷ്യത്തിൽ അവൾ ചരിഞ്ഞു കിടന്നു. ആദിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ബാൽക്കണിയിലെ ദിവാൻ കോട്ടിൽ വന്ന് കിടന്നു. പുറത്തുനിന്ന് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അല്പം മുമ്പ് വന്ന ഫോൺ കോൾ അവനെ അത്രമാത്രം അസ്വസ്ഥനാക്കിയിരുന്നു. ഹരിയുടെ കോൾ കണ്ടിട്ടാണ് ആദി അറ്റൻഡ് ചെയ്തത്. പറയടാ ആദി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്കെന്നോട് ദേഷ്യം തോന്നുമോ? എന്തിനാ ഹരി നമുക്കിടയിൽ ഒരു വളച്ചുകെട്ടൽ? നീ കാര്യം എന്താണെങ്കിലും ചോദിക്ക്. ഹരിണി, അവൾക്കിപ്പോഴും നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നവൾ ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. നിനക്കറിയാവുന്നതല്ലേ ഹരി എന്നെ? ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും നീ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. ഹരിണിയെയും ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവളെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കുന്നത്? എനിക്കതിന് സാധിക്കില്ല. അവളുടെ ഇഷ്ടം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്?
നമുക്ക് വിഷമമുണ്ടാക്കുകയല്ലേ ഉള്ളൂ ഹരി. അത് എനിക്ക് മനസ്സിലാവും ആദി നിൻ്റെ അവസ്ഥ. പക്ഷേ ഹരിണി, അവൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതുപോലെയാണ്. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അവൾക്ക് ഞാൻ അച്ഛനും അമ്മയും സഹോദരനും എല്ലാമായി. അവളെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും ആദ്യം തുറന്നു പറയുന്നതും എന്നോടാണ്. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഇന്ന് വരെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒന്ന് മാത്രം എനിക്ക് കഴിയില്ലാതി. ഞാൻ അവളെ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഹരി പറയുന്നതൊക്കെ ആദ്യം മൂളി കേൾക്കുന്നുണ്ടായിരുന്നു. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഹരി, പക്ഷേ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിനക്ക് മറ്റാരെക്കാളും എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാം ആദി, നിന്നോട് പറഞ്ഞ് എൻ്റെ അനിയത്തിയെ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതല്ല. എങ്കിലും നിന്നോടെനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ആ ഫോൺ സംഭാഷണം അവസാനിച്ചതിൽ പിന്നെ ഉറക്കമെങ്ങോ പോയി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നതാണ്. നീ അറിയുന്നുണ്ടോ പെണ്ണെ, എൻ്റെ മനസ്സ് നിറയെ നീയാണെന്ന്. എങ്ങനെയാ ഞാനത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ബാലയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ആദിയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു. കുറേ നേരം കൂടി ബാൽക്കണിയിൽ തന്നെ ചെലവഴിച്ചതിന് ശേഷം ആദി അകത്തേക്ക് പോയി. ബൈക്ക് ഓഫാക്കി അത് പതിയെ ഉരുട്ടി ഇരുളിൻ്റെ മറവിൽ വച്ചതിന് ശേഷം അനിൽ ഇറങ്ങി ലക്ഷ്മിയുടെ വീട് ലക്ഷ്യം വെച്ച് പതുക്കെ നടന്നു. പിന്നാമ്പുറത്തെത്തുമ്പോൾ അവൻ ഫോൺ എടുത്ത് ലക്ഷ്മിയെ വിളിച്ചു. സൈലൻ്റ് ആയിരുന്ന മൊബൈൽ വൈബ്രേഷൻ കേട്ട് ഞെട്ടി ഉണർന്ന ലക്ഷ്മി കൈ എത്തിച്ച് മൊബൈൽ എടുക്കുമ്പോൾ അനിലാണ്. ഹലോ, ഞാൻ വന്നു, നീ വന്ന് വാതിൽ തുറക്ക്. ലക്ഷ്മി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റ് പോലും ഇടാതെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അനിൽ അകത്ത് കയറി ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. എന്തോ പറയാനായി തുടങ്ങിയ അവളുടെ ചുണ്ടിൽ ആവേശത്തോടുകൂടി അനിൽ ചുംബിച്ചു. ചുംബനത്തോടൊപ്പം അവളുടെ മാർദ്ദവങ്ങളിലെയും അവൻ ഞെരിച്ചുടച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന സുമ കൈ എത്തിച്ചു നോക്കുമ്പോൾ ലക്ഷ്മി കിടന്നിടം ശൂന്യമാണ്. ഞെട്ടി എഴുന്നേറ്റ് ലൈറ്റിടാതെ പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ അടുക്കള ഭാഗത്ത് മൂളക്കവും ഞരളവും കേട്ടു. അവിടേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തറഞ്ഞു നിന്നുപോയി അവർ.